ഗൈസ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നൊരു യാത്രയാണ്. യാത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞു. അവിടെ നിന്ന് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോയത്. അങ്ങോട്ട് പോയപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ റിസ്ക് എടുത്ത് കുറച്ചേറെ ടെൻഷനും അടിച്ച് പോയൊരു യാത്രയായിരുന്നു കേട്ടോ അത്. അതിനെന്താണ് ഇത്ര ടെൻഷൻ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് നമ്മൾ ഇടുക്കിയിലേക്ക് പോയത്. വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ലോങ് ആയിട്ടൊരു ട്രിപ്പ് പോകുന്നത് കേട്ടോ. നമ്മുടെ ബസ്സിന് പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പം എല്ലാവരും ചോദിച്ച് ഇത് അവിടം വരെ ചെല്ലുമോ, ഇവിടം വരെ എത്തും എന്നൊക്കെ. നമ്മുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുട്ടിക്കാനം വരെ ഇതിനുള്ള ചാർജറുണ്ട്. അവിടുന്ന് നമ്മൾ വീടെത്താൻ വേണ്ടി എന്ത് ചെയ്യും, കുട്ടിക്കാനത്ത് നിന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സമാധാനം, പോകുന്ന വഴിക്ക് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് ചാർജ് തീർന്നാലോ എന്തെങ്കിലും പറ്റിയാലോ അവിടെ കയറിക്കാം എന്നൊരു പ്ലാനിലൊക്കെ ആട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വന്നില്ല. ഞങ്ങൾ നേരെ വീടെത്തി കേട്ടോ. വീടെത്തി കഴിഞ്ഞ് ഒരു സമാധാനമായി. പിന്നെ ഇടുക്കിയിൽ ചെന്നപ്പോൾ അവിടെ ഉള്ളവരെല്ലാവർക്കും ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പോയതുകൊണ്ടായിരിക്കും അത്ര വലിയ ചൂടൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ വിഷുവൊക്കെ ആഘോഷിച്ചത് ഇടുക്കിയിലാണ്. അപ്പോൾ ഏകദേശം ഈ വീട് വിഷുവിൻ്റെ ആ ഒരു ടൈമിലാട്ടോ. ഇത്രയും ദിവസമായിട്ട് പോലും ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ വോയിസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അതാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ വീഡിയോ വരാനായിട്ട്. അങ്ങനെ അവിടെ നിന്നും എല്ലാം അടിച്ച് പൊളിച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് റിട്ടേൺ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ റിട്ടേൺ വന്ന് ഇടുക്കിയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്കല്ല, നമ്മൾ ഇടുക്കിയിൽ വാഗമണ്ണിലൊക്കെ ഒന്ന് സ്റ്റേ ചെയ്തു. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ കയറി ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. കിളിക്കറിവായിട്ട് ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് വാഗമണ്ണിലേക്ക് പോകുന്നത്. നേരത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ അവൾ ഭയങ്കര അലമ്പായിരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകാറില്ലായിരുന്നു. അങ്ങനെ ഇപ്പം ഏകദേശം ഒരു 2-2.5 വർഷം കൂടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് പിന്നെ മൊട്ടക്കുന്നൊക്കെ ഒന്ന് കയറി കണ്ടു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എല്ലാ അഡ്വഞ്ചേഴ്സും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിഴക്കാണെങ്കിൽ ബോട്ടിങ്ങിന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വാശിയുണ്ടായിരുന്നു. പിന്നെ അവരടച്ചു. പിന്നെ അതുമല്ല അവിടെ കുഞ്ഞുങ്ങൾക്ക് പോകാനുള്ള ബോട്ടിങ് ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് അവളെ അവിടെ നിന്ന് തിരിച്ചു വന്നു. പക്ഷെ ആളുടെ മനസ്സ് മൊത്തം അവിടെയായിരുന്നു. പിന്നെ നമ്മൾ വന്ന വഴിക്ക് 2 കുതിരച്ചേട്ടന്മാരെയൊക്കെ കണ്ടു കേട്ടോ. ഇവിടെ എൻ്റെ അമ്മാവന്മാർക്ക് 2 പേരുണ്ട്, 2 പേർക്കും കടയുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് കയറി പിന്നെ അവിടെ നമ്മൾ നേരെ വീട്ടിലേക്കാട്ടോ പോയി. അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ 3-3:30 ആയപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു. വീട്ടിൽ നിന്ന് ഫുൾ ചാർജ് ആക്കിയിട്ടാട്ടോ വണ്ടി എടുത്തത്. അവിടെ നിന്ന് പോകുന്നപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടിക്കാനത്തേക്കാണ്. ഇടുക്കിയിലെ മനോഹര കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് പോകുന്നു. വണ്ടിയെ കയറിയപ്പം തന്നെ കിളി ഉറക്കമായി കേട്ടോ. അങ്ങോട്ട് പോയതിൻ്റെ അത്രയും ടെൻഷനൊന്നും എന്നാണേലും തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇല്ല കേട്ടോ. കാരണം ഇനി അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, എത്രയോ 10-30 കിലോമീറ്റർ ഉള്ളൂ കുട്ടിക്കാനത്തേക്ക്. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് നമുക്ക് എളുപ്പമാണല്ലോ വരാൻ. ഇടുക്കിയിലത്തെ പോലെ വളവും തിരിവും മലകളും കുന്നുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. കാരണം ഇലക്ട്രിക് സ്കൂട്ടറിൽ കയറ്റം കയറുമ്പോൾ വെയിറ്റും കൂടെ ഉണ്ടെങ്കിലും ചാർജ് കുറച്ച് ഡൗൺ ആവും. അതുകൊണ്ടാണ് നമുക്ക് ഇടുക്കിയിൽ കൂടെ വണ്ടി ഓടിക്കാനുള്ള പേടി കേട്ടോ. പക്ഷെ അവിടുന്ന് പോകുന്നതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടുള്ളത് സ്ട്രെയിറ്റ് റോഡായതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാർജർ ഉള്ളത് കൊണ്ട് നമുക്ക് അത്ര വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇടുക്കിയുടെ പച്ചപ്പുമൊക്കെ കണ്ട് നമ്മൾ കുട്ടിക്കാനത്തേക്ക് എത്താറായി കേട്ടോ. ഇനി അവിടെ വന്നൊന്ന് വണ്ടി കുത്തിയിടണം. ഏകദേശം ഒരു പകുതി ചാർജ് ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ പിന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്നും ചാർജ് ചെയ്യേണ്ട, കുറച്ചൊന്ന് കുത്തിയാൽ മതി. അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കൊക്കെ ചാർജർ ഉള്ളത് കൊണ്ടാട്ടോ. ഈ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടെൻഷനും കുറച്ച് റിസ്കുമൊക്കെ ഉണ്ടെങ്കിലും ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നേ. ഞങ്ങൾ അത്രയും ദൂരം പോയിട്ടും അതിൻ്റെ ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ബസ്സിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വഴിയാകും, തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ കുട്ടിക്കാനത്തെത്തി നമ്മുടെ വണ്ടി കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹോട്ടലിനടുത്താണ് ഈ ചാർജർ. പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. ഏകദേശം 79% നമ്മൾ അവിടുന്ന് വണ്ടി എടുക്കുന്നത്. ഞങ്ങളെ ആ സമയത്ത് അതിശയിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ
കുട്ടിക്കാലത്ത് നിന്ന് ഞങ്ങൾ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിൽ 79% ചാർജായിരുന്നേ. അത് ഞങ്ങൾ കുറച്ചിങ്ങ് വന്ന് വണ്ടിയെ നോക്കിയപ്പോൾ അത് 80ആയി, 81, 82 അങ്ങനെ ചാർജ് കൂടി വന്നു കേട്ടോ. ഞങ്ങൾക്കൊരു ഭയങ്കര അതിശയമായി. കയറ്റം കയറുമ്പോൾ സാധാരണ ചാർജ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇറക്കം ഇറങ്ങിയപ്പോഴത്തേക്കും ചാർജ് വണ്ടിയിലേക്ക് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു അതിശയമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യവും കൂടെ പിടികിട്ടി. അങ്ങനെ പിന്നെ എപ്പോഴും പുറത്തെ കാഴ്ചകൾ മാത്രം പോരല്ലോ, ഞങ്ങളെയും കൂടെ ഒന്ന് കാണണ്ടേ. കിളി ഹായൊക്കെ തരുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും ഹായ്. അങ്ങനെ നമ്മുടെ അടുത്ത ചാർജിങ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അവിടെ വന്ന് നമ്മൾ കുത്തിയിട്ടു. അതിന് ഒരുപാട് ചാർജ്, ഞാൻ പറഞ്ഞില്ല 82% ചാർജ് ഉണ്ടായിരുന്നു വണ്ടിയിൽ. അതുകൊണ്ട് ഒത്തിരി നേരം ഒന്നും കുത്തിയിടേണ്ട വന്നില്ല. അത് ഞങ്ങൾ പോയ വഴിക്ക് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പൊടിച്ചു. വലിയ മഴയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ചെറിയ ചെറിയ മഴയായിരുന്നു. വന്ന വഴിക്ക് കിളിക്ക് ഒരു തൊപ്പിയൊക്കെ കിട്ടിയിരുന്നതുകൊണ്ട് കിളി വലിയ തണുപ്പൊന്നും അടിക്കാതെ ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം നമ്മൾ പോരുന്നത് തന്നെ രാത്രി സമയമായതുകൊണ്ട് കാറ്റുണ്ടല്ലോ, അതാണ്. അങ്ങനെ നമ്മൾ അടുത്ത ചാർജറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മുടെ വണ്ടിയിൽ ഏകദേശം 37% ചാർജുണ്ട് കേട്ടോ. പിന്നെ അവിടെയും വണ്ടി കുത്തിയിട്ടിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തു. വരുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് അടുത്ത ചാർജറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഈ വിചാരിക്കും തൊട്ടടുത്തടുത്താണ് ഈ ചാർജർ, അല്ല കേട്ടോ, കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്താണ് ഈ ചാർജർ. പല സ്ഥലങ്ങളും ഞാൻ മറന്നുപോയി കുറേ ദിവസമായതുകൊണ്ട്. പക്ഷേ ഈ ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് റെസ്റ്റ് റൂമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലീനായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. അവിടെ വന്നപ്പോൾ കിളിക്ക് വിശക്കാൻ തുടങ്ങി. നമുക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ചാർജർ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ വണ്ടി കുത്തിയിടാൻ വന്നപ്പോഴത്തേക്കും വേറെ ഒരു ചേട്ടൻ കുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ കുറച്ച് ലേറ്റായി. പിന്നെ ഏകദേശം 9 മണിക്ക് വീട്ടിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നെ കിളിക്ക് ഫുഡൊക്കെ കൊടുത്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താണേലും ലേറ്റ് ആകുമല്ലോ. അങ്ങനെ ഞങ്ങൾ 11-11:30 നമ്മൾ ട്രിവാൻഡ്രത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോകുന്ന യാത്ര അടിപൊളി യാത്രയാണ്. പക്ഷേ ഇടുക്കിയിലോട്ട് കുറച്ച് റിസ്ക് ആയിരുന്നു, എങ്കിൽ പോലും നല്ലൊരു യാത്രയായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.